പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും കാലം ഇവിടെ രണ്ടടുക്കളയായിരുന്നു. എന്നാൽ ഇപ്പോൾ ശരിയായി വന്നപ്പോൾ ജലജയും മരുമകളും ചേർന്ന് വീണ്ടും പ്രശ്നമുണ്ടാക്കുകയാണല്ലോ എന്നൊക്കെ ദേവയാനി പറയുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, അവളുടെ ഭർത്താവ് ജയിലിലല്ലേ, അതിൻ്റെ പ്രതിഷേധമാണ് അവൾ കാണിക്കുന്നത്. അന്നേരം നയന അങ്ങോട്ട് വരുന്നുണ്ട്. നവീൻ വന്ന കാര്യം ദേവയാനിയോട് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇനി നവീൻ വന്നാൽ നവ്യ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ? ഇവിടെ നടക്കുന്ന കാര്യം നവീന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു, അത് ടേസ്റ്റ് ചെയ്യാൻ ദേവയാനി നയനോട് പറയുകയാണ്. അമ്മ ഉണ്ടാക്കിയ ഫുഡല്ലേ, അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നവീൻ്റെ അമ്മയുമായി ഞാൻ നല്ല കൂട്ടാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ ടേസ്റ്റ് എല്ലാം എനിക്ക് നന്നായി അറിയാം. അന്നേരം ജാനകി പറയുന്നുണ്ട്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പത്മയെ വിളിച്ചിരുന്നു. എനിക്കൊരു മരുമകൾ വന്നതിൻ്റെ അവസ്ഥയെക്കുറിച്ചെല്ലാം ഞാൻ അവളോട് പറഞ്ഞു. അതുകൊണ്ട് നോക്കിയും കണ്ടുമെല്ലാം മരുമകളെ സെലക്ട് ചെയ്യാൻ ഞാൻ അവളോട് പറഞ്ഞു. പിന്നീട് നെവിനെയും മുത്തശ്ശനെയും മുത്തശ്ശിയുമാണ് കാണിക്കുന്നത്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നരസിംഹം ഇപ്പോൾ കോടതിയിൽ പോകാറില്ലേ എന്ന്. മുത്തശ്ശൻ ഇപ്പോൾ കോടതിയിൽ പോകാറില്ല. മുത്തശ്ശൻ്റെ കേസുകളെല്ലാം എനിക്ക് തന്നു. ആ കേസുകളെല്ലാം വിജയിച്ചത് കൊണ്ട് മുത്തശ്ശന് നല്ല ആത്മവിശ്വാസമുണ്ട് എല്ലാ കേസുകളും എനിക്ക് തരാൻ വേണ്ടി. അതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, മുത്തശ്ശൻ റെസ്റ്റ് എടുക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ അനിയുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നെവിൻ ചോദിക്കുന്നുണ്ട്, ഡിവോഴ്സ് ആയതിനു ശേഷം എനിക്ക് വേറെ വിവാഹം നോക്കുന്നുണ്ടോ എന്ന്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും സമപ്രായക്കാരല്ലേ, നെവിൻ്റെ വിവാഹം നോക്കുന്നില്ലേ, നിന്റെ മനസ്സിൽ ആരോ ഉണ്ടെന്ന് അറിഞ്ഞു. അത് കേൾക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഒരാളുണ്ട്, പക്ഷേ എൻ്റെ അമ്മയുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള ആളല്ല, അതുകൊണ്ട് അക്കാര്യം പറയാത്തത് എന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വരാൻ നവ്യ പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എല്ലാ വിഭവങ്ങളും ഉണ്ടല്ലോ, ഇത്രയൊന്നും വേണ്ടായിരുന്നു എന്ന് നെവിൻ പറയുന്ന സമയത്ത് മോൻ ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഉണ്ട്, ഇഷ്ടമുള്ളതുപോലെ കഴിച്ചേക്കണം എന്ന് പറയുകയാണ് മുത്തശ്ശൻ. അന്നേരം നെവിൻ പറയുന്നുണ്ട്, ഞാൻ വിളമ്പിക്കോളാം, കൂടുതൽ തന്നിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആവില്ലേ, അതുകൊണ്ടാണെന്ന് പറയുകയാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നരസിംഹം എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, നെവിൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ടെന്ന്. നെവിൻ്റെ മനസ്സിൽ ആരായാലും തുറന്നു പറയാൻ മുത്തശ്ശി ആവശ്യപ്പെടുകയാണ്. ഇന്ന് ഞാൻ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കുമെന്നും അത് ഞാൻ എൻ്റെ മുത്തശ്ശന് വാക്ക് കൊടുത്തതാണെന്നും പറയുകയാണ്. അന്നേരം നെവിൻ പറയുന്നുണ്ട്, ശരിക്കും വാക്ക് തരേണ്ടത് എനിക്കാണ്. ഞാൻ അക്കാര്യം പറയുന്ന സമയത്ത് ആ വിവാഹം നടത്തി തരാൻ മുത്തശ്ശൻ എനിക്ക് വാക്ക് തരണമെന്ന് നെവിൻ മുത്തശ്ശനോട് ചോദിക്കുകയാണ്. നെവിൻ്റെ വിവാഹം ആർഭാടമാക്കണമെന്നാണ് ആദർശം ജയേട്ടനുമെല്ലാം പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ആർഭാടമാക്കണമെന്ന് ദേവയാനി പറയുന്നുണ്ട്. അന്നേരം നെവിൻ്റെ മനസ്സിൽ ആരാണെന്ന് ദേവയാനി ചോദിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയുള്ള പെൺകുട്ടിയാണെന്ന് അറിയാമല്ലോ, എന്നാൽ അമ്മയുടെ കാഴ്ചപ്പാടുമായി ഒട്ടും ഇണങ്ങാത്ത പെൺകുട്ടിയാണ് എൻ്റെ മനസ്സിൽ. അമ്മയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകുന്ന പെൺകുട്ടി ആവാത്തത് കൊണ്ട് തന്നെ ആ വിവാഹം നടക്കുമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ തുറന്നു പറയാത്തത്. മുത്തശ്ശൻ എനിക്കൊരു സഹായം ചെയ്യണം, സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരണം, എന്നിട്ട് അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തണം. അങ്ങനെ അമ്മയുടെ മനസ്സ് മാറുകയാണെങ്കിൽ എൻ്റെ മനസ്സിലെ പെൺകുട്ടി ആരാണെന്ന് ഞാൻ തുറന്നു പറയാം എന്ന് നെവിൻ പറയുകയാണ്. ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്ന പെൺകുട്ടി അത്ര പാവമൊന്നുമല്ല, കുറച്ച് തൻ്റേടിയാണ്, പിന്നെ കുടുംബവും വലിയ പ്രശ്നവുമൊന്നുമില്ല, പണത്തിന് കുറച്ച് കുറവുണ്ട് എന്നേ ഉള്ളൂ. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദുവിൻ്റെ സ്റ്റേഷനിലേക്ക് പരാതിയുമായി ഒരു അമ്മയും മകളും വരുന്നുണ്ട്. അങ്ങനെ അവർ പറയുകയാണ്, ഞങ്ങളുടെ വീടിനകത്ത് ഷീട്ടുകളെയും കള്ളുകുടിയുമായി കുറച്ച് ഗുണ്ടകൾ വരാറുണ്ട്, എന്നും അടിയും പിടിയുമാണ്, ഇനി വീടിനകത്തേക്ക് കയറുമോ എന്ന പേടിയാണ്. അതുകൂടാതെ ഗുണ്ട തൻ്റെ മകളുടെ പിറകെ നടന്ന് ശല്യം ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയും മകളും കരയുകയാണ്. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, ഇന്നത്തോടു കൂടി ഈ അവസ്ഥയിൽ ഞാൻ മാറ്റം വരുത്താം, നിങ്ങൾ പേടിക്കേണ്ട, എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നന്ദു കോൺസ്റ്റബിൾസിനെ വിളിച്ചിട്ട് നമുക്ക് അവരെ പോയി നോക്കാം എന്ന് പറയുകയാണ്. അന്നേരം കോൺസ്റ്റബിൾ പേടിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്ക് കുടുംബമുണ്ട്, അതുകൊണ്ട് അവിടെ പോയി നോക്കാൻ ഞങ്ങൾക്ക് പേടിയാണെന്ന് പറയുകയാണ്. അങ്ങനെ നന്ദു അവരെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഗുണ്ടകൾക്ക് പണപ്പിരിവൊക്കെയുണ്ട്. വഴിയോരത്ത് കാണുന്നൊരു കടയിൽ ചെന്ന് ക്യാഷ് ചോദിക്കുകയാണ് ആ ഗുണ്ടകൾ. അന്നേരം അശോകൻ ആ ഗുണ്ട പറയുന്നുണ്ട്, ഞങ്ങൾ കട തല്ലി പൊളിക്കും, അതുകൊണ്ട് ഇന്നത്തെ പിരിവ് തരാൻ പറയുകയാണ്. അങ്ങനെ അമ്മ പേടിച്ചിട്ട് പണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ പണം വാങ്ങിയവർ പോകാൻ നോക്കുന്ന സമയത്താണ് നന്ദു അങ്ങോട്ട് വരുന്നത്. അങ്ങനെ നന്ദുവിനെ കണ്ടപ്പോൾ തന്നെ ആ അശോകൻ ചോദിക്കുന്നുണ്ട്, പോലീസുകാർക്ക് എന്തെങ്കിലും സഹായം വേണോ, അങ്ങനെയുള്ളപ്പോഴാണ് എന്നെ കാണാൻ വരുന്നത്, നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, നിന്നെക്കുറിച്ചൊരു പരാതി കിട്ടിയിട്ടുണ്ട്, വണ്ടിയിൽ കയറാൻ പറയുകയാണ്. അന്നേരം ആ ഗുണ്ട പറയുന്നുണ്ട്, ഞാനൊരു വണ്ടിയിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ വണ്ടിയിൽ കയറാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറയുമ്പോൾ അന്നേരം നന്ദു പറയുന്നുണ്ട്, നിന്നെക്കുറിച്ചൊരു പരാതി കിട്ടിയിട്ടുണ്ട്, ഒരു പാവപ്പെട്ട അമ്മയും മകളുമുള്ള വീട്ടിൽ ചെന്ന് കള്ള് കുടിക്കുക, ഷീട്ട് കളിക്കുക, പിന്നെ അവരുടെ മകളെ ശല്യം ചെയ്യുക, ഇതൊക്കെയല്ലേ നിൻ്റെ പണി.
അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് നന്ദു പറയുന്ന സമയത്ത് എനിക്ക് പെണ്ണുങ്ങളെ തല്ലി ശീലമില്ല, അതുകൊണ്ട് മേഡം പോകാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നന്ദുവിനാണ് ദേഷ്യം സഹിക്കാനാകാതെ അവനോട് ഒരു ചവിട്ട് കൊടുക്കുകയാണ്. ആ സമയത്താണ് നവീൻ അങ്ങോട്ട് വരുന്നത്. നന്ദു അവരെ അടിക്കുന്നതും പേടിച്ച് അവർ പായുന്നതും കണ്ടിട്ട് നവീന് വല്ലാത്തൊരു ഇഷ്ടം നന്ദുവിനോട് തോന്നുകയാണ്. അങ്ങനെ അടിച്ചൊരു പരുവമാക്കിയതിന് ശേഷം അവരെ വണ്ടിയിലേക്ക് തള്ളുന്നുണ്ട് നന്ദു. എന്തുണ്ട് നവീനേട്ടാ വിശേഷം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൻ വലിയ ഗുണ്ടയാണെന്ന് കേട്ടിട്ടുണ്ട്, ഇതിൻ്റെ പേര് നന്ദുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൂടെ ഞാനൊരു നവീൻ പറയുന്നുണ്ട്. കോളേജിൽ വെച്ച് നന്ദുവിൻ്റെ ഒരു ഫൈറ്റ് കണ്ടതിന് ശേഷം ഇന്നാണ് നേരിട്ടൊരു ഫൈറ്റ് കാണാൻ സാധിച്ചതെന്ന് പറയുകയാണ്. അങ്ങനെ നവീൻ പറയുകയാണ്, നീ നിൻ്റെ കൂട്ടുകാരും എല്ലാം ഉള്ളൊരു ഗ്യാങ് ഉണ്ടല്ലോ, ഇടയ്ക്ക് അതിലേക്ക് എന്നെയും വിളിക്കാൻ വേണ്ടിയിട്ട് നവീൻ പറയുകയാണ്. സമയം കിട്ടുമ്പോൾ നവീനേട്ടനെ വിളിക്കാം, വന്നാൽ മതി എന്ന് പറയുകയാണ് നന്ദു. പിന്നീട് മുത്തശ്ശൻ നവീൻ്റെ വീട്ടിൽ ചെന്ന് നവീൻ്റെ അമ്മയുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അന്നേരം നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, തൻ്റേടിയായ പെൺകുട്ടി എൻ്റെ മകന് വേണ്ട, അവനേക്കാൾ ബിസിയായ പെൺകുട്ടിയായാൽ വീട്ടിൽ നിൽക്കാൻ തീരെ സമയമുണ്ടാകില്ല എന്നൊക്കെ പറയുകയാണ്. അന്നേരം നരസിംഹം ചോദിക്കുന്നുണ്ട്, അവനോട് പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചോ എന്ന്. അത് കേൾക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, തൻ്റെ അമ്മ അതിന് സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ പെൺകുട്ടിയെക്കുറിച്ച് പറയുകയുള്ളൂ, പെൺകുട്ടി തൻ്റേടിയായ പെൺകുട്ടിയാണെന്ന് പറയുകയാണ് മുത്തശ്ശൻ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്ത് തൻ്റേടികളായ പെൺകുട്ടികളെ വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല, പെൺകുട്ടികൾക്ക് തൻ്റേടം വേണം, എന്നാൽ മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. ഒരുപാട് സ്വത്തൊന്നും വേണ്ട, നല്ല കുടുംബക്കാരാകണം, അതിൻ്റെ ആവശ്യമാണെന്ന് നവീൻ്റെ അമ്മ പറയുകയാണ്. സാധാരണക്കാരിയായ പെൺകുട്ടിയായാലും ഏത് പെൺകുട്ടിയായാലും കുടുംബത്തിന് ചേരുന്നതായിരിക്കണം, എന്നാൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുന്ന മുത്തശ്ശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.